ചോറ്, ഉരുളക്കിഴങ്ങ്, കിഴങ്ങ് വർഗ്ഗങ്ങളിൽപ്പെട്ട സാധനങ്ങളൊക്കെ കഴിച്ചാൽ ഡയബറ്റിക് കൂടും എന്ന് പറയാറുണ്ടല്ലേ. പക്ഷെ ഇത് പ്രമേഹമുള്ളവർക്ക് വളരെ ഉപയോഗപ്രദമായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. റെസിസ്റ്റന്റ് സ്റ്റാർച്ച് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ സിമ്പിളാണ്. ഒരു ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെറുകുടലിൽ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഡൈജസ്റ്റ് ചെയ്യാതെ നേരെ വൻകുടലിലേക്ക് എത്തും. അവിടെ അതൊരു നാര് പോലെ, ഒരു സോലുബിൾ ഫൈബർ പോലെ ആക്ട് ചെയ്ത് അവിടെയുള്ള സൂക്ഷ്മജീവികൾ ഇതിനെ ഫെർമെന്റ് ചെയ്ത് അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ബ്യൂട്രേറ്റ് പോലുള്ള ചില ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകളുണ്ട്. ഇത് നമ്മുടെ ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റി കൂട്ടുന്നതിനും ഇൻസുലിൻ പ്രൊഡക്ഷനെ കൂട്ടുന്നതിനും സഹായിക്കും. ഓട്സിനും ഈ ഒരു എഫക്റ്റ് ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. കണ്ടു നോക്കിയാൽ കൃത്യമായിട്ട് കാര്യം മനസ്സിലാകും. അപ്പോൾ ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ആഹാരത്തിനോടൊപ്പമാണോ ഈ റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് കഴിക്കുന്നത്, ആ ആഹാരത്തിന്റെ മൊത്തത്തിലുള്ള ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറയ്ക്കുന്നതിന് സഹായിക്കും. എന്നുവെച്ചാൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് രക്തത്തിലുണ്ടാകുന്ന ഗ്ലൂക്കോസ് സ്പൈക്ക് കുറയ്ക്കും. അതുപോലെ തന്നെ നമുക്കൊരു സറ്റൈറ്റി ഫീലിംഗ് ഉണ്ടാകും, വയറ് നിറഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും. നമ്മുടെ വയറിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന് വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു സാധനമാണ് റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച്. ഇതെങ്ങനെയാണ് നമുക്ക് എവിടുന്നാണ് ഈ റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് നമുക്ക് കിട്ടുന്നത്? വളരെ സിമ്പിളാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ പച്ചക്ക, മധുരക്കിഴങ്ങ്, ചോറ്, ഇതിനെയൊക്കെ നമുക്ക് റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് ആക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പുഴുങ്ങുക അല്ലെങ്കിൽ ബോയിൽ ചെയ്യുക വെള്ളത്തിൽ. ഒരു മീഡിയം ടെമ്പറേച്ചറിൽ വേണം ചെയ്യാനായിട്ട്, ബോയിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പുഴുങ്ങാനായിട്ട്. അതിന് ശേഷം ഒരു 8 തൊട്ട് 10 മണിക്കൂർ വരെ മിനിമം കൂൾ ചെയ്യുക, തണുപ്പിക്കുക. തണുപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒന്നിലെ പുറത്ത് വെക്കാം. പക്ഷെ അത്രയും സമയം പുറത്ത് വെച്ചാൽ മോശമാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഫ്രീസറിൽ വെക്കേണ്ട, സാധാരണ താഴെയുള്ള അറയിൽ വെക്കുക ഫ്രിഡ്ജിന്റെ. അതിനുശേഷം 8-10 മണിക്കൂറുകൾക്ക് ശേഷം എടുത്തിട്ട് പാചകം ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് ആയി മാറും. ഞാൻ ഈ പറഞ്ഞൊരു എഫക്റ്റ് ഒക്കെ ഇതിന് കിട്ടും. മധുരക്കിഴങ്ങ്, പച്ചക്ക പോലുള്ള സാധനങ്ങളും ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ചോറും നമുക്ക് ഈ രീതിയിൽ പാചകം ചെയ്ത് തണുപ്പിച്ച ശേഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് കിട്ടും. ഇതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് ഗൂഗിളിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.